ജയ ജനഹിതം സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ബി.ജെ.പി. സർക്കാരിന് താഴെയിറക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമെന്നും അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാകുന്നതെന്നും അച്ചു ഉമ്മൻ. തനിക്കേറെ പ്രിയപ്പെട്ട കുറേ പേർ ഇക്കുറി മത്സര രംഗത്തുള്ളതുകൊണ്ടാണ് പ്രചാരണത്തിനായി നാട്ടിലെത്തിയതെന്നും അച്ചു ഉമ്മൻ പറയുന്നു. അമൃത ന്യൂസുമായി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് അച്ചു ഉമ്മൻ. നമ്മോടൊപ്പം ചേരുന്നത് ശ്രീമതി അച്ചു ഉമ്മനാണ്. സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ വന്നപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മിസ് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. ശരിക്കും വന്നപ്പോൾ അതെങ്ങനെയാണ് അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നത്? കാരണം ഈ കോട്ടയത്തും പുതുപ്പള്ളി ആ ഭാഗത്തൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? സത്യത്തിൽ ഇത് അപ്പം ഇല്ലാത്ത ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പായത് അതിനേക്ക് നമ്മൾ വന്നു കഴിഞ്ഞപ്പം ഈ ആളും ആഘോഷവും ഇലക്ഷൻ വർക്കും ഇലക്ഷൻ തോരണങ്ങളും ഒക്കെ കാണുമ്പോൾ അപ്പം കൂടുതലായിട്ട് മിസ് ചെയ്യും. ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയം ശരിക്കും നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അതുകൂടി മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അച്ചു ഈ ഒരു ഷോർട്ട് ടൈമിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലൊക്കെ ചെന്നെത്താവുന്നിടത്തോളം സ്ഥാനാർത്ഥികൾക്കൊപ്പം 20 മണ്ഡലങ്ങളിൽ എത്താൻ പറ്റുന്നിടത്തോളം ശ്രമിക്കാമെന്ന് കരുതി വിദേശത്തു നിന്ന് വന്നതുപോലും ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണോ? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലരും നേരിട്ട് വിളിച്ചിട്ട് പ്രചരണ രംഗത്തൊന്ന് വരണം, അപ്പം ഇല്ല. അപ്പോൾ അതിനെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തു. അങ്ങനെ ആലോചിച്ച് തന്നെയാണ് വന്നത്. പക്ഷേ ഇതിനൊക്കെ മറ്റൊരു തലവും കൂടെയുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. ഇത് ഇന്ത്യയുടെ ആത്മാവിനെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് വോട്ട് ചെയ്ത് ഇന്ത്യ സഖ്യത്തെ കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കാര്യം ഇതിലെ അപകടം ഇന്ത്യക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് അവരുടെ കയ്യിൽ അധികാരവും മറ്റേജൻസികളും ഒക്കെ ഉള്ളപ്പോൾ പണം എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ തകർക്കുവാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ്. ഒരുപക്ഷേ ഇത്തവണ നമ്മൾ ജയിച്ചില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ഇന്ത്യയെ നഷ്ടമാകും. അത് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഇന്ത്യ മുന്നണി, പ്രതിപക്ഷ മുന്നണി അത്രത്തോളം ശക്തമാണ് നമുക്ക് അങ്ങനെ അങ്ങ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പലയിടത്ത് പോലും ആ ഒരു സ്ഥിരത, ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ ഒരു കെട്ടുറപ്പില്ലാത്തൊരു മുന്നണിയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ സഖ്യം വരുമെന്ന് എത്രത്തോളം ആത്മവിശ്വാസം അണികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും? കാരണം ഇത്തവണ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് നേതാക്കളെക്കാൾ കൂടുതൽ ജനങ്ങളാണ്. ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം. ജനങ്ങളാണ് കാര്യങ്ങൾ കൂടുതലായി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാർ താഴെ ഇറങ്ങണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ജനദ്രോഹ നടപടികൾ, അതിൻ്റെ അതിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ആരാണ്? ജനങ്ങളല്ലേ, സാധാരണപ്പെട്ടവരല്ലേ. ഈ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. കേരളത്തിൽ BJP ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട്. കേരളത്തിൽ BJP അങ്ങനെ വലിയൊരു മുന്നേറ്റം നടത്തിയെന്നൊന്നും എനിക്ക് വിലയിരുത്തലില്ല. ശരിയാണ്, അവർ ഒരുപാട് പണമൊക്കെ വാരിയെറിഞ്ഞ് വലിയ ആർഭാടത്തിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് ആഘോഷമായി തന്നെയാണ് കൊണ്ടാടുന്നത്. പക്ഷേ നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർ നിലകൊള്ളുന്നത് എന്തിനാണ്? ഒരുപാട് വർഗീയത പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയായിട്ടേ ജനങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ, ഇല്ലേ? നമ്മൾ ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നാം ഇന്ത്യക്കാർ നാം ഒന്ന് എന്നുള്ള രീതിയിൽ നിന്ന് നമ്മളെ വർഗീയമായി വിഭജിക്കാനുള്ള ശ്രമങ്ങൾ അത് ജനം വലുതായി തിരിച്ചറിയുന്നു. അപ്പോൾ ഇവരെന്ത് പറഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്? വർഗീയത പറഞ്ഞല്ലേ നിൽക്കുന്നത്? BJP ഉയർത്തുന്നൊരു ചോദ്യം, ഇവിടെ നിങ്ങൾ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ LDFും UDFും നേരിട്ട് മത്സരിക്കുമ്പോൾ ഇതേ LDFും UDFും ദേശീയ തലത്തിലെ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ ഒരുമിച്ച് കൈകോർക്കുന്നു. ജനാധിപത്യത്തെ തകർക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതായത് നാളൊരു സമയത്ത് ഇതുപോലെ വോട്ട് ചെയ്ത് നമ്മൾക്ക് ആളുകളെ അധികാരത്തിൽ എത്തിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അത് പ്രത്യേകമായ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. ആ വ്യവസ്ഥകളൊന്നും പാലിക്കാതെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം കയ്യിൽ അധികാരമുള്ളപ്പോൾ എന്ത് വിധേനയും എതിരാളികളെ നശിപ്പിക്കാൻ
ഇവർക്ക് പറ്റുമെന്ന് ഇവർ കാണിച്ചു തന്നു. അപ്പം ഇന്ത്യ നാളെ മറ്റൊരു നോർത്ത് കൊറിയ ആകാതിരിക്കണമെങ്കിൽ നാം ഒറ്റക്കെട്ടായി വന്ന് നിന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചത് വലിയ രീതിയിൽ അതൊരു പ്രചാരണ വിഷയമാക്കി മാറ്റുകയാണ്. അതെന്താ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ എന്തെങ്കിലും അയത്തമുണ്ടോ? അതെന്താ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ മത്സരിച്ചൂടെ? എവിടെ നിന്ന് മത്സരിക്കുന്നു എന്നതിൽ പ്രസക്തിയില്ല. കാരണം അവർ കാണുന്നത് കേരളം, മഹാരാഷ്ട്ര, UP, ഡൽഹി എന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി കാണുന്നത് ഇന്ത്യയായിട്ടാണ്. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് മത്സരിക്കുന്നത്. നമ്മൾ ഒന്നിനെയും, നമ്മുടെ മതമാകട്ടെ, ജാതിയാകട്ടെ, സംസാരമാകട്ടെ, നമ്മുടെ ലാംഗ്വേജ് ആകട്ടെ, കൾച്ചറാകട്ടെ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ആദ്യമായി, പ്രഥമമായി രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യനാണ്. തുടർച്ചയായി കേന്ദ്രം BJP സർക്കാർ ഭരിക്കുന്നു. തുടർച്ചയായി കേരളം 2 തവണ LDF സർക്കാർ ഭരിക്കുന്നു. ഈ രണ്ടിടത്തും പ്രതിപക്ഷം ദുർബലമാകുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഭരണപക്ഷം വീണ്ടും തുടർഭരണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ദുർബലമായതുകൊണ്ടല്ല, പക്ഷേ തുടർച്ചയായി ഈ 2 സർക്കാരുകളെയും ജയിപ്പിച്ച് വിട്ടത് ഇപ്പോൾ ജനം അതിൽ ഖേദിക്കുന്നുണ്ട്. അവർക്കതിൽ കുറ്റബോധമുണ്ട്. അന്നത്തെ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ അവർ ആ തെറ്റ് തിരുത്തും. സംസ്ഥാന UDFൽ ക്രൗഡ് പുള്ളർമാരുടെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മാധ്യമങ്ങൾക്ക് പോലും മനസ്സിലാകുന്നുണ്ട്. ഇപ്പം ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്ന സമയത്തും ഇപ്പോൾ AK ആൻ്റണി സജീവ രാഷ്ട്രീയമൊക്കെ വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇതുപോലുള്ള ക്രൗഡ് പുള്ളർ, K കരുണാകരൻ, ഇതുപോലൊരു ക്രൗഡ് പുള്ളർമാരുടെ ഒരു അഭാവം ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് തോന്നുന്നു? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾക്ക് അതിശക്തരായ നേതാക്കന്മാരുണ്ട്. VD സതീശനില്ലേ, സുധാകരനില്ലേ, ശശി തരൂരില്ലേ, KC വേണുഗോപാലില്ലേ, രമേശ് ചെന്നിത്തലയില്ലേ, K മുരളീധരനില്ലേ, ഇവരെല്ലാവരും ഞങ്ങളുടെ ക്രൗഡ് പുള്ളേഴ്സ് തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾക്കൊരു ആശങ്കയില്ല. നല്ല രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിൽ വെച്ച് വളരെ കൃത്യമായി ഭാവിയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്നൊരു രാഷ്ട്രീയ നേതാവാകുമെന്നൊക്കെ ഞങ്ങളൊന്ന് പ്രതീക്ഷിച്ചോട്ടെ. ഒരിക്കലും ഉണ്ടാവില്ല. അതിൻ്റെ കാരണം അപ്പയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ. അപ്പ ഉണ്ടായിരുന്നപ്പോൾ വേറെ ആരും അങ്ങനെ ഒരു സ്ഥാനമാനങ്ങളൊന്നും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പയുടെ മരണശേഷം പാർട്ടി ചാണ്ടിയെ തിരഞ്ഞെടുത്തു. ചാണ്ടി അവിടെ MLA ആണ്. അദ്ദേഹം വളരെ നന്നായി ആ ജോലികളെല്ലാം നിർവഹിക്കുന്നുണ്ട്. ഇനി ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി. അദ്ദേഹമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ രാഷ്ട്രീയക്കാരൻ. സ്ത്രീകൾ പൊതുവെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ, അതിൽ പ്രത്യേകിച്ച് ഏത് മുന്നണിയായാലും പൊതുവെ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് കുറവാണ്. വന്നാൽ തന്നെ വലിയ രീതിയിൽ പുരുഷൻ്റെ തണലിൽ നിൽക്കാനായി വിധിക്കപ്പെട്ട സ്ത്രീ, അത് ഇത്രയും വിദ്യാസമ്പന്നരായ കേരളത്തിൽ പോലും. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. കാര്യം കോൺഗ്രസിൻ്റെ കാര്യമാണ്. കോൺഗ്രസിൽ സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണന നൽകുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ തന്നെ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷനുള്ള ബില്ല്, അത് കോൺഗ്രസ് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒന്നാണ്. വളരെയധികം സ്ത്രീകൾക്ക് പരിഗണന കോൺഗ്രസ് പാർട്ടി നൽകും. എന്തായാലും കുടുംബമൊക്കെ എങ്ങനെ പോകുന്നു? ആയിരിക്കുന്നു. മക്കളൊക്കെ അപ്പൂപ്പൻ്റെ ആ ഒരു രാഷ്ട്രീയം അതൊക്കെ കണ്ടിട്ട് അവർക്കൊക്കെ ഉള്ളിൽ എപ്പോഴും ഒരു ചെറിയൊരു അത്തരം ഈ പൊളിറ്റിക്സിലൊക്കെ ഉള്ളൊരു താല്പര്യമോ അല്ലെങ്കിൽ അത്തരം വാർത്തകളൊക്കെ കേൾക്കാനൊക്കെ ഒരു താല്പര്യരായ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇല്ല, എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടൊരു ഒരു ഓറിയൻറ്റേഷൻ ഇല്ല. തിരിച്ച് ഇവിടെ കേരളത്തിലേക്ക് അങ്ങനെ വന്ന് ഇനി അങ്ങ് സെറ്റിൽ ചെയ്യണമെന്ന് അങ്ങനത്തെ ചിന്തയില്ല. കണ്ടിന്യൂസ് ബിസിനസ്സും ഒരു ലൈഫൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയാൽ മതിയെന്ന് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് എല്ലാം ദുബായ് അല്ലെങ്കിൽ GCC ബേസ്ഡാണ്. ഇന്ത്യയിൽ ഞങ്ങൾക്കൊരു ബിസിനസ്സോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഞാൻ റീലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും വളരെ നന്ദി. ഇത്രയും സമയം ഈ തിരക്കിനിടയിൽ അമൃത വാർത്തകൾക്ക് ഇത്രയും സമയം അനുവദിച്ചതിന് നന്ദി.